സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെയിറ്റ് വിശേഷമാണ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാം മനസ്സിലാക്കും. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കുളം റീസ്റ്റോറേഷൻ ആണ് ഗൈസ്. സ്പീഡ് കൂടി പോയോ, കുഴപ്പമില്ലല്ലേ? അപ്പോൾ കുളം റീസ്റ്റോറേഷൻ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുളത്തിലെ മീനിനെ പിടിച്ചത് ഈ ഒരു എക്വറിയത്തിൽ ഇട്ട് വെച്ച് ഗൈസ്. അപ്പോൾ തൽക്കാല സെറ്റപ്പാണ്. ഓക്കെ, നമ്മളെ ലൂക്ക് അതിൻ്റെ മണ്ടേ കയറിയിരിക്കുന്നത് എന്ത് പരിപാടിയാണോ? ഓക്കെ, അത് പോട്ടെ. നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചു, അങ്ങനെ ക്ലീനാക്കി വെച്ചതാണ്. മീനിനൊക്കെ പിടിച്ച് മാറ്റി. വെള്ളം ഭയങ്കരമായിട്ട് ബോറായി, നേരിട്ട് മഴവെള്ളം ഇറങ്ങി ഫുള്ള് ചളിയും മണ്ണുമായി ഭയങ്കര സീനായിട്ട് മാറ്റി. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു വെള്ളമൊക്കെ വറ്റിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ലേശം വെള്ളം നിറയ്ക്കണം. കുറച്ച് വെള്ളം നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നിറയ്ക്കണം. എന്നുള്ള പരിപാടി നോക്കണം. ഓക്കെ, ബക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ് അവിടെ കയ്യിലുണ്ട്. വെള്ളം നിറച്ചാലേ നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബാക്കി മീനിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൂക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, പോയിട്ടില്ല ആൾ. ഓക്കെ, അങ്ങനെ ഇതാണ് കേസ് കുളത്തിൻ്റെ ലുക്ക്. ഉണ്ടോ, നമ്മൾ ബക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ. പിന്നെ അതിൽ കിടക്കുന്ന ഫിഷാണ് കോഴിക്കാർപ്പ് ഷാർക്കുമാണ് അതിൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഒരു വലിയ ഷാർക്കും അല്ല കോഴിക്കാർപ്പും പിന്നെ ഒരു 2-3 ചെറിയ കാർപ്പുമാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ വെള്ളമൊക്കെ നിറച്ചു പോയി. വെള്ളം നിറച്ച് കിടലിനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു മീനിനെ മേടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇതിൽ തന്നെ ആഡ് ചെയ്യാം. മീനിനെ മേടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്ക് മീനിനെ വാങ്ങിച്ചിട്ട് വരാം ഗീസ്. നമ്മളെന്തായാലും ഇതിലുള്ള മീനെ നമ്മൾ അങ്ങോട്ട് മാറ്റി മഴ പെയ്തപ്പോൾ നമ്മൾ അങ്ങോട്ട് വെച്ചതാണ് ഗീസ്. പിന്നെ നമുക്ക് മീനിനെ വേവിച്ചിട്ടിട്ട് കുളം ഒന്ന് സെറ്റാക്കി എടുക്കണം. കുറച്ച് ഇതൊക്കെ സെറ്റ് ചെയ്യണം. ലൂക്കൻ്റെ ഒരു കുരുത്തക്കേട് എനിക്ക് കാണിച്ചത് ഗീസ്. അവളെന്തോ കാര്യമായിട്ട് ഒപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങളെന്തായാലും മീനിടുന്നത് കണ്ടിട്ട് പോയോ? സോ ഗൈസ്, അങ്ങനെ നമ്മൾ മീനോട്ട് വെള്ളം വന്നിട്ടുണ്ട്. വെളിച്ചം കുറഞ്ഞു പോയോ ഗൈസ്? മീൻ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീൻ. ഓക്കെ, ഞാൻ വെളിച്ചം കൂട്ടിയിട്ട് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അങ്ങനെ അതെ ഗൈസ്, വെളിച്ചമൊക്കെ വന്നു. സെറ്റല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. രാത്രി എടുക്കുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഗൈസ്. മഴത്ത് നമുക്ക് പോയിട്ട് മീൻ വാങ്ങിയിട്ട് വന്നതാണ്. ഓക്കെ, അവിടെ ഇതാണ് മീൻ. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഗൈസ് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ക്യാമറയിൽ വെള്ളമാവും ഗൈസ്. ഒന്നും കൊണ്ടിരിക്കട്ടെ. ഓക്കെ, അവിടെ നിന്ന് ക്യാമറയിൽ വെള്ളമാവും. അവിടെ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഗൈസ് നമ്മുടെ ഒരു ഗോൾഡ് ഫിഷാണ്. കിടുക്ക് ഗോൾഡ് ഫിഷാണ്. ഓക്കെ, നമുക്ക് പിന്നെ രണ്ടാമതായിട്ട് തരാം. എന്തോ ഒരു ഗോൾഡ് ഫിഷ് തന്നെയാണ് ഗൈസ്. രണ്ടും ഇതേ കിട്ടില്ല ഒരു ഗോൾഡ് ഫിഷാണ്. ഒരു വൈറ്റ് ലൈനൊക്കെ ആയിട്ട് ഇരിക്കില്ല സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമത് ഒരു ഓറഞ്ച് കോഴിക്കാർപ്പാണ്. എനിക്ക് പ്രത്യേകിച്ച് കാണിക്കാനല്ല, ഇന്ത്യൻ കാർപ്പാണ്. പോട്ടെ, രണ്ടും കോഴിക്കാർപ്പ് ഗീസ്. ഇതൊരു വെറൈറ്റി കാർപ്പാണ്. ഓക്കെ, ഇത് ഭയങ്കര വെറൈറ്റിയാണ്. ഒരു ബട്ടർഫ്ലൈ കാർപ്പട്ടോ. അതിൻ്റെ ടെയിൽ തന്നെ കണ്ടില്ല നിങ്ങൾ? ഇവിടെ പോയി ഞാൻ രാവിലെ നല്ല വൃത്തിക്ക് ഒരു ഷോട്ട് ഇടുന്നുണ്ട്. കാണിച്ചുതരാം. പിന്നെ വന്നിരിക്കുന്നത് കാർപ്പ് തന്നെയാണ്. എന്ത് ഗൈസ്? ഓക്കെ, ഒരു റെയിൻബോ ഷാർക്ക് ഉണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ പോയി അതുകൊണ്ട് ഒരു റെയിൻബോ ഷാർക്ക് ആട്ടോ അത്. അതിന് നമുക്ക് കുളത്തിലേക്ക് വിട്ടേക്കാം. പോയി അവൻ പോയിട്ടുണ്ട്. പിന്നെ അതെ കോഴിക്കാർപ്പ്. വാടാ, ഇവിടെ വാടാ മോനെ. ഓ ഗൈസ്, ചടി. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് കിട്ടില്ല കോഴിക്കാർപ്പാണ്. അവനും പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൽക്കാലം ഇപ്പം ഉള്ളവരൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഓക്കെ, അയ്യോ ഗൈസ്. ഓക്കെ, എന്നാലും നമ്മളുള്ള മീൻ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രാവിലെ നല്ല കിടക്കൊരു വീഡിയോ വരും. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളവരെയും കൂടെ അതിലേക്ക് പിടിച്ചിടാം. ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉള്ളവരെന്ന് പറയുമ്പോൾ ഗൈസ്, ഇവിടെ ഉള്ളവർ ഇതാണ് ഇവിടെ ഇപ്പോൾ ഉള്ളവർ. ഒരു കുറച്ച് കാർപ്പും ഉണ്ട്, കുറച്ച് ഷാർക്കും ഉണ്ട്. എന്തായാലും അവരെ പിടിച്ച ടാങ്കിലൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, വെളിച്ചം വന്നിട്ട് ചോദിച്ചാൽ ഞാൻ രാത്രി ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ടായതുകൊണ്ട് അത്യാവശ്യം കുഴപ്പങ്ങൾ ഈ വീഡിയോ ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ആക്കുക. പിന്നെ നമ്മൾക്ക് അഗെയിൻ നമ്മളുള്ള ഷാർക്കും കാർപ്പും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വരെയും കൊടുക്കണ്ടേ ടാങ്കിലേക്ക് ഇട്ടേക്കാം. അങ്ങനെ നമ്മൾ അവരെയും എന്തായാലും നമ്മളെ ഫോണ്ടിലേക്ക് വിടുകയാണ്, റിലീസ് ചെയ്യാണ്. പോയില്ലേ? ആണ്ടാ പോകുന്ന അവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു സെറ്റാണ്, സേഫ് ആണെന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. കണ്ടോ? ഓക്കെയാണ്. ഓക്കെ ഗൈസ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഓക്കെ, ചെരുപ്പിൻ്റെ സൗണ്ടൊക്കെ സീനാട്ടോ. ഓക്കെ, ഇനി ഒരു ഓറഞ്ച് ഇന്ത്യൻ കാർപ്പും കൂടി. ഇത് നമ്മൾ 6 സൈസിന് വാങ്ങിച്ച പക്ഷേ ലേശം കൂടി ഗ്രോത്ത് ഉണ്ട് ഇവർ. ഓക്കെ, ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കാർ. നേരെ കൊണ്ട് നമുക്ക് ഫോണിലേക്ക് റിലീസ് ചെയ്യാം. നമ്മൾ റെയിൻബോ ഷാർക്ക് സൈഡിൽ കൂടിയൊക്കെ പോകുന്നുണ്ട്. അതെ, ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളതിൻ്റെ ബാക്കി ഇനി ആഡ് ചെയ്യും. വീഡിയോ കഴിഞ്ഞിട്ടില്ല, ആരും സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, രാവിലെ ഒരു ഷോട്ട് ഞാൻ രാവിലെ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഇവരെ വൃത്തിക്ക് എന്തായാലും ഞാൻ രാവിലെ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമ്മുടെ മമ്മിയൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മളുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഉള്ള മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഗൈസ് ഇത് രാവിലെ ചത്തു. അയ്യോ ഗൈസ് ഓക്കെ ഞാൻ പിടിച്ചു.
രാവിലെ ചത്തുപോയൊരു കാർപ്പാണ്, നമുക്ക് അവിടെ കൊണ്ട് കളയാം. അത് പോട്ടെ. പിന്നെ അതെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓക്കെ കേസ് ഒരു ഓസ്കാർ ഉണ്ട് കേസ്, അതിൻ്റെ അടിയിൽ കാണുന്നുണ്ടോ അവനെ? പിന്നെ ഞാൻ കാണിച്ചു ഉണ്ട് കേസ്, ഒരു ഓസ്കാർ കുട്ടൻ ഉണ്ട്. ഓക്കെ ഞാൻ ഈ ഗ്ലാസ് ഒന്ന് മാറ്റിക്കിട്ടാം. ഇതേണ്ടേ ഒരു ഓസ്കാർ നോക്കട്ടെ. അതുണ്ട് കേസ് ഓസ്കാർ, നമ്മളെ ഓസ്കാർ കേസ്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ചാടിപ്പോയി. പിന്നെ നമ്മൾ കുറച്ച് മിക്സഡ് ഗപ്പീസ് ഉണ്ട് ഇവിടെ. നമ്മൾ മിക്സഡ് ഗപ്പീസ് റേറ്റ് കൂടിയ മിക്സഡ് ഗപ്പീസാണ് ഇത്. പിന്നെ നമ്മൾ യെല്ലോ ടെക്സ്റ്റൂഡോ പിന്നെ വേറെ ഒന്നുമില്ല കേസ്, ഈ ഒരു വെറൈറ്റിയുള്ള കേസ് ഒരു ആളെ കാണിക്കാൻ മറന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഏഞ്ചലാണ് കേസ്. ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യില്ലേ, ഞാൻ ഇതിൻ്റെ കൂടെ എന്തായാലും ആ ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്യാം. ഓക്കെ നിങ്ങൾ ആ വീഡിയോയും കൂടി കണ്ടിട്ട് പോയോ, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഇതാണ് കേസ് നമ്മൾ ഏഞ്ചൽ. നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച കോഴിക്കാർപ്പ്, അതായത് ഇപ്പോൾ 2 എണ്ണം എൻ്റെ ചത്തുപോയി. ആ ചത്തുപോയ കാർപ്പും നിലവിൽ നമ്മളിലുള്ള ചെറിയ കോഴിക്കാർപ്പ് ഷാർക്ക് പിന്നെ ഈ ഏഞ്ചലും ഇവരെ വാങ്ങിച്ച വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എടുത്തു വെച്ച കേസ്. ഞാൻ ഇതിൻ്റെ കൂടെ എന്തായാലും ആ ക്ലിപ്പ് ആഡ് ചെയ്യാം കേസ്. ഓക്കെ അപ്പോൾ നിങ്ങളെന്തായാലും ആ വീഡിയോ കണ്ടിട്ട് പോയോ. നമുക്കിനി രാവിലെ ഈ ടാങ്ക് ഒന്ന് വന്ന് നോക്കാം. ഓക്കെ രാവിലത്തെ എന്താ അവസ്ഥ നോക്കാം കേട്ടോ. നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ലൈക്ക് ചെയ്യാം, സെറ്റാക്കാം. ഓക്കെ രാവിലെ കാണാം കേസ്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരും കൂടി വീഡിയോ കാണാം. നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് കാണിച്ചാൽ ഇതുണ്ടോ. പിന്നെ നമ്മളൊരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഒരു തന്നെ കേസ് നമ്മൾ കണ്ടോ അവനെ വിടുകയാണ്. പിന്നെ ഇരുതേ നമ്മളൊരു ഓറഞ്ച് ഇട്ടു. പിന്നെ നേരത്തെ ഇട്ട കളർ തന്നെയാണ്. തെറ്റിദ്ധരിക്കേണ്ട ഓക്കെ കൊത്ത് കിട്ടുന്നുണ്ട് കേസ്. ഇതിൻ്റെ അകത്ത് ഏഞ്ചൽ ഉണ്ടായിട്ടുണ്ട്, മുള്ളു തട്ടുന്നു. വേണ്ട അടുത്ത ചെടിപ്പ് പടമനെ പട അതെ അവനെ റിലീസ് ചെയ്തു. ഇനി നമ്മൾ ഏഞ്ചലാണ്. ഏഞ്ചൽ നമുക്ക് വേറെ ടാങ്കിലുണ്ട്. ഓക്കെ ഇതാണ് നമ്മളെ കാർപ്പുകളും. ഇതിൽ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് കുറച്ചുകൂടി കാർപ്പിനെ ആഡ് ആക്കും. നമ്മളെ കോഴിപ്പോണ്ട് സെറ്റായി നമ്മൾ റെഡിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാറ്റും. വെള്ളമൊക്കെ ചിച്ചി കണ്ടീഷനാണ്, ചിച്ചി ബേന്ന് പറയും നിങ്ങൾ കണ്ടാൽ. പോട്ടെ നമുക്ക് അടുത്ത സെറ്റാക്കാം. നെക്സ്റ്റ് പരിപാടി നമുക്ക് ബാക്കിയുള്ള ടാങ്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് ഇവരെല്ലാവരും ഇതിലേക്ക് മാറ്റണം. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ അങ്ങനെ കേസ് നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പഴയ മീനെ മേടിക്കുന്ന വീഡിയോ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തവരാണ് ഈ ഒരു കുളത്തിൽ. ഇന്നലത്തെ ഇതിൻ്റെ ബാക്കിയാട്ടോ ചോദിച്ചത്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് നീന്തി കളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാവരും ഉഷാറാണ് കേസ്. റെയിൻബോ ഷാർക്ക് അവിടെ ഉണ്ട് കേസ്. ഷാർക്ക് റെയിൻബോ ഷാർക്കൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓടി കളിക്കുകയാണ്, ഷെയറാണ്. നമ്മൾ ഫുഡ് കൊടുത്തു ആണ് എല്ലാവരും ആക്റ്റീവായി നിൽക്കുന്നുണ്ട് കേസ്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫിൽട്രേഷൻ സെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് വയ്യേ ചെയ്യണം. ബഡ്ജറ്റാണ് കേസ് പ്രശ്നം. നമുക്ക് ചെയ്യാം, നമുക്ക് നല്ല ചെയ്യാൻ കേസ്. മിൽക്കി കാർപ്പ് മിൽക്കി വൈറ്റ് കാർപ്പൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യൻ കാർപ്പ്, നോർമൽ കാർപ്പ് എല്ലാവരും സെറ്റാണ് കേസ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് ഇനി ഏത് മീനിനെ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഇവിടെ കുറച്ച് പരിപാടി കേസ് ഉണ്ട്. ഈ ഒരു കുളത്തിലെ പരിപാടി തീരാണ് കേസ്. എൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് കേസ്. ഓക്കെ ഞാനത് കാണിച്ചു തരാം. ഇതാണ് കേസ് നമ്മളെ ഫിഷ് കേസ്. എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട്. നമ്മൾ അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ടാങ്കും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ ഇവിടെയാണ് കേസ് ആ ടാങ്ക് വന്നിട്ട് കിടക്കുന്നത് കേസ്. ഇതൊരു മോൺസ്റ്റർ ടാങ്ക് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഇതിന് നിലവിൽ ഞാൻ കഴിക്കുന്ന അലിഗേറ്റർ, റെഡ് ക്യാറ്റ് ഫിഷ്, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്, പുലിവാഹ, ഷാർക്ക് ഇവരെ ആഡ് ചെയ്യാനാണ് ഈ ഓസ്കാർ വിചാരിക്കുന്നത്. പിന്നെ ഇതിലും നമുക്ക് ഏതെങ്കിലും മീൻ വാങ്ങിച്ചിടണം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തു. ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. നമുക്ക് ചെയ്യണം. ഓക്കെ പിന്നെ കേസ് അത് ഭയങ്കര ലാഗാവും, എന്നാലും വീഡിയോ നമ്മൾ ചെയ്യും. ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ പിന്നെ എൻ്റെ കയ്യിലുള്ള മീനിനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവരൊക്കെ തന്നെയാണ്. ഓസ്കാർ ഒരെണ്ണം കൂടി മേടിക്കണം. ഒറ്റയ്ക്കായിപ്പോയി. നമ്മൾ അതിലേക്ക് വാങ്ങിക്കുന്ന ഓരോ അപ്ഡേഷനും നിങ്ങൾക്ക് കാണിച്ചു. ഇത്രയും ടാങ്കൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. 3-4 ടാങ്ക് കാലിയാണ്. അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യണം. ഈ യെല്ലോ ടെക്സ്റ്റൂഡോ ആണ് വേണ്ട. ഈ ടാങ്കൊക്കെ കാലിയാണ്. പിന്നെ നമ്മൾ ഏഞ്ചൽ അവിടെ ഉണ്ട്. ഒക്കെ സെറ്റ് ചെയ്യണം. ഞാൻ ഉടനെ തന്നെ എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതാണ് കേസ് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തേക്കണം. ഓക്കെ ഇതിൻ്റെ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.